നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. ദ്രാവിഡ മണ്ണ്, അതായത് തമിഴ്നാടിൻ്റെ മണ്ണ് ബി ജെ പിക്ക് എക്കാലവും ബാലികേറാമലയാണ്. സംഘപരിവാർ പ്രസ്ഥാനങ്ങൾക്ക് കാര്യമായ വേരോട്ടം ഇപ്പോഴും ഇല്ലാത്ത മണ്ണാണ് തമിഴ്നാടിൻ്റെ മണ്ണ്. കാരണം രണ്ട് ദ്രാവിഡ കക്ഷികൾക്കിടയിൽ മറ്റൊരു കക്ഷിക്ക് ഇനി വളരുക അത്ര പെട്ടെന്ന് സാധ്യമല്ല. എന്നാൽ പല കാലങ്ങളിലായി തമിഴിൻ്റെ അല്ലെങ്കിൽ തമിഴൻ്റെ മണ്ണും മനസ്സും പിടിച്ചെടുക്കാനുള്ള നീക്കങ്ങളുമായി സംഘപരിവാറും ബി ജെ പിയും മുന്നോട്ട് പോവുകയാണ്. ഏതാണ്ടൊക്കെ അവർ അതിൽ ചില കാര്യങ്ങളിൽ വിജയിക്കുകയും ചെയ്തു. ഇപ്പോൾ തമിഴ്നാട്ടിലെ അസംബ്ലിയിൽ ബി ജെ പിക്ക് 5ഓളം അംഗങ്ങളുണ്ട്. ഏതാണ്ട് 12% വോട്ടേ ഉള്ളെങ്കിലും 5 MLA-മാരെ സമ്പാദിക്കാൻ അവർക്ക് കഴിഞ്ഞു. അത് അത്ര നിസ്സാര കാര്യമല്ലെന്നാണ് ബി ജെ പി കരുതുന്നത്. എന്നാൽ വരുന്ന നിയമസഭാ ഇലക്ഷനിൽ വലിയൊരു തേരോട്ടം നടത്താനുള്ള ബി ജെ പിയുടെ നീക്കം അടപടലെ പൊളിഞ്ഞിരിക്കുകയാണ്. AIADMKയുടെ തോളിലേറി തമിഴ്നാടിൻ്റെ മണ്ണും മനസ്സും പിടിച്ചെടുക്കാനുള്ള ബി ജെ പിയുടെ നീക്കങ്ങൾക്ക് ആദ്യം തന്നെ തിരിച്ചടിയേറ്റു. കാരണം AIADMKയും ബി ജെ പിയും തമ്മിൽ സഖ്യമുണ്ടാക്കുന്നതിനെതിരെ AIADMKയിലെ വലിയൊരു വിഭാഗം നേതാക്കൾ ഇപ്പോഴും എതിരാണ്. TTV ദിനകരൻ, മുൻ മുഖ്യമന്ത്രി പനീർസെൽവം തുടങ്ങിയ DMK AIADMK നേതാക്കൾ ബി ജെ പി AIADMK സഖ്യത്തിന് എതിരാണ് എന്നും മാത്രമല്ല, ബി ജെ പിയെ AIADMK വരിച്ചാൽ പിന്നെ ബി ജെ പി ആ പാർട്ടിയെ വിഴുങ്ങുമെന്ന ഭയം അതിലെ നേതാക്കൾക്കെല്ലാം ഉണ്ട്. മുൻ മുഖ്യമന്ത്രി എടപ്പാടി പളനിസ്വാമി മാത്രമാണ് ഇപ്പോൾ ബി ജെ പിയുടെയുമായി മനസ്സുകൊണ്ട് അടുത്തു നിൽക്കുന്നത്. ബാക്കി AIADMK നേതാക്കളെല്ലാം ഇനി ഒരു തവണ കൂടി സ്റ്റാലിൻ വന്നാലും കുഴപ്പമില്ല, ബി ജെ പിയുടെ തോളിലേറി ഇനി സഞ്ചരിക്കേണ്ട, കാരണം ബി ജെ പി പതിയെ AIADMKയെ വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് അവർ മനസ്സിലാക്കിയിരിക്കുന്നത്. ബി ജെ പി പതിയെ AIADMKയെ വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ എടപ്പാടി പളനിസ്വാമിക്കാകട്ടെ അതിൽ നിന്ന് മോചനവുമില്ല. അദ്ദേഹം ബി ജെ പി സഖ്യത്തിന് വേണ്ടി വീറോടെ വാദിക്കുകയും അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുമ്പോൾ പ്രമുഖരായ നേതാക്കൾ, സെങ്കോട്ടിയൻ അടക്കമുള്ള MGRന്റെ കാലം മുതൽക്കുള്ള പല AIADMK നേതാക്കളും ബി ജെ പി സഖ്യത്തിൽ പ്രതിഷേധിച്ച് പതിയെ വിട്ടുപോവുകയാണ്. കാരണം ബി ജെ പിക്ക് AIADMKയിലൂടെ തമിഴ്നാടിനെ കീഴടക്കാൻ കഴിയില്ല എന്ന് അവർക്ക് തന്നെ ഇപ്പോൾ ബോധ്യപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. കാരണം സ്റ്റാലിൻ്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മകൻ്റെ നേതൃത്വത്തിൽ ഒരിക്കൽ കൂടി DMK സർക്കാർ വന്നാലും ബി ജെ പിക്ക് വഴങ്ങിക്കൊടുത്ത് ഒരു ഭരണകക്ഷിയാകണ്ട എന്നുള്ള തീരുമാനമാണത്രേ AIADMKയിലെ പ്രമുഖ നേതാക്കൾക്കെല്ലാം ഉള്ളത്. കാരണം ബി ജെ പി തങ്ങളെ കുറച്ച് കഴിയുമ്പോൾ വിഴുങ്ങുമെന്നും തമിഴ്നാടിൻ്റെ രാഷ്ട്രീയ, സാമുദായിക, സാമൂഹ്യ സമവാക്യങ്ങളെ ബി ജെ പിയുടെ ഈ കടന്നുവരവ് ബാധിക്കുമെന്നും അവർക്ക് നന്നായി അറിയാം. DMKയും AIADMKയും അടിസ്ഥാനപരമായി ദ്രാവിഡ പാർട്ടികളാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ഐഡിയോളജി അല്ലെങ്കിൽ ആശയപ്രപഞ്ചം ഏറെക്കുറെ ഒന്നാണ്. എന്നാൽ ബി ജെ പിയും അവരുടെ ആശയപ്രപഞ്ചവുമായി ഒരിക്കലും യോജിക്കുന്നുമില്ല. അതുകൊണ്ടാണ് AIADMKയിലെ പ്രമുഖ നേതാക്കൾക്കാർക്കും ബി ജെ പി ബാന്ധവം വേണ്ട എന്ന് ഉറച്ചു പറയാനുള്ള കാരണം. എന്നാൽ എടപ്പാടി പളനിസ്വാമി ആകട്ടെ അതെല്ലാം അവഗണിച്ചുകൊണ്ട് ബി ജെ പിയുമായുള്ള അടുപ്പം നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. വരുന്ന തെരഞ്ഞെടുപ്പിൽ AIADMK ബി ജെ പി സഖ്യമായിരിക്കും അവിടെ തമിഴ്നാട്ടിൽ DMKക്കെതിരെ ഉണ്ടാകാൻ പോവുക എന്നുള്ള സൂചനയും അദ്ദേഹം നൽകി കഴിഞ്ഞു. പക്ഷേ അങ്ങനെ വരുമ്പോൾ AIADMKയിൽ നിന്ന് വീണ്ടും കൊഴിഞ്ഞുപോക്ക് ഉണ്ടാകും. പ്രമുഖ നേതാക്കളെല്ലാം ഇപ്പോൾ പനീർസെൽവം, അതുപോലെ സെങ്കോട്ടിയൻ തുടങ്ങിയ സീനിയർ നേതാക്കളെല്ലാം AIADMK വിട്ടുകഴിഞ്ഞു. അവർ വിട്ടത് ഒറ്റ കാരണത്താലാണ്, ബി ജെ പിക്ക് അല്ലെങ്കിൽ ബി ജെ പിയുടെ കക്ഷത്തിൽ AIADMKയുടെ തല വച്ചു കൊടുത്താൽ അവർ സാവധാനം ഞെരിച്ചമർത്തി ആ ദ്രാവിഡ പാർട്ടിയെ ഇല്ലാതാക്കും. അതൊരിക്കലും ഉണ്ടാകരുതെന്ന് പറഞ്ഞാണ് അവരെല്ലാം ബി ജെ പി സഖ്യത്തിൽ നിന്നും AIADMKയിൽ നിന്നും പിന്മാറിയിരിക്കുന്നത്. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, വരുന്ന തെരഞ്ഞെടുപ്പിലും ബി ജെ പിക്ക് തമിഴ്നാട്ടിൽ അത്ഭുതങ്ങളൊന്നും സൃഷ്ടിക്കാൻ കഴിഞ്ഞേക്കില്ല. കാരണം തമിഴ് മനസ്സും തമിഴ് മണ്ണും ബി ജെ പിക്കായി ഇതുവരെ പാകപ്പെട്ട് തുടങ്ങിയിട്ടില്ല എന്നാണ് നമുക്ക് തമിഴ്നാട്ടിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് AIADMK നെടുകെ പിളരുമെന്നുള്ള സൂചന ഇപ്പോൾ ശക്തമാണ്. ഇനി ബി ജെ പി ബാന്ധവമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കൂടുതൽ ആളുകൾ AIADMK വിടുകയും അവർ ശശികലയുടെയും TTV ദിനകരൻ്റെയും ഈ പറയുന്ന പനീർസെൽവത്തിൻ്റെയും സെങ്കോട്ടിയൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ പുതിയൊരു AIADMK രൂപീകരിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ലെന്നും ഒരുപക്ഷെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് പുതിയൊരു AIADMK ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നും തമിഴ്നാട്ടിൽ നിന്നുള്ള വിവരങ്ങൾ നമുക്ക് പറഞ്ഞു തരികയാണ്. അതുകൊണ്ട് തന്നെ ബി ജെ പി മുന്നണിക്ക് തമിഴ്നാട്ടിൽ വേരുറപ്പിക്കുക ഇനി അത്ര എളുപ്പമല്ല. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും വലിയ അത്ഭുതങ്ങളൊന്നും ബി ജെ പിക്ക് തമിഴ്നാട്ടിൽ കാഴ്ചവെക്കാനും കഴിയില്ല.